രാജ്യത്തെ കിട്ടുന്ന നികുതി പണമായാലും ഏതാണെങ്കിലും അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ച് എടുക്കാനുള്ള തന്ത്രങ്ങൾ എന്ത് എന്ന് നോക്കുന്നതിൽ വലിയ മിടുക്കാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് 2014 ശേഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിക്ടിംസ് ആണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ചില നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും. അപ്പൊ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കുന്നതും കൂടി നന്നായിരിക്കും. ഒന്നാമതായിട്ട് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന പല വികസന പദ്ധതികളുമുണ്ട്. ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതി 2005 UPA ഗവൺമെന്റ് ആണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അങ്ങനെ UPA ഗവൺമെന്റ് കൊണ്ടുവരുന്ന സമയത്ത് UPA ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് LDF, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും എല്ലാവരും ഉണ്ടായിരുന്നു അവരോടൊപ്പം UPA ഗവൺമെന്റിന്റെ സപ്പോർട്ടായിട്ട്. അന്ന് കൊണ്ടുവന്ന ആ പദ്ധതിയുടെ ഷെയറിങ് എങ്ങനെയാണ്? അതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീമാണ്. അതിൽ 90% കേന്ദ്രവും 10% മാത്രം സംസ്ഥാനങ്ങളുമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലിയായിട്ടും മറ്റ് ചെലവുകളായിട്ടും ഒക്കെ എടുക്കേണ്ടത്. അപ്പൊ ആ സ്കീമിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇപ്പോഴും അത് അതുപോലെ തന്നെ തുടരുന്നു. കാരണം അതിൽ മാറ്റം വരുത്തിയാൽ വലിയ കോളിളക്കം ഈ രാജ്യത്തുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മോദി ഗവൺമെന്റ് അതിൻ്റെ ഷെയറിങ്ങിൽ മാറ്റം വരുത്താത്തത്. പക്ഷേ മറ്റുള്ളവയുടെ ഷെയറിങ്ങിലൊക്കെ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിൽ? അതായത് 66 സ്കീംസ് ഉണ്ടായിരുന്നു 2014 വരെയുള്ള കാലഘട്ടത്തിൽ. ഈ 66 സ്കീംസിന് നീതി ആയോഗ് സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം, അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് പ്ലാനിംഗ് കമ്മീഷൻ തല്ലി തകർത്ത് അതിന് പകരമായിട്ട് നീതി ആയോഗ് എന്ന ഒരു പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. ആ പുതിയ സംവിധാനത്തിന്റെ നടത്തിപ്പിലാണ് 66 സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്, അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്ന് പണം മുടക്കി നടത്തുന്ന സ്കീംസ് 66 എണ്ണം ഉണ്ടായിരുന്നത് 28 അംബ്രല്ല സ്കീംസ് ആയിട്ട് വെട്ടിച്ചുരുക്കി. അതാണ് ഒന്നാമത് ചെയ്തത്. അങ്ങനെ അംബ്രല്ല സ്കീമായിട്ട് വെട്ടിച്ചുരുക്കി എന്ന് മാത്രവുമല്ല, അതുവരെ അതായത് 2014 വരെ ഈ സ്കീംസിൽ മിക്കതിൻ്റെയും സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടിയിരുന്നത് 25, 20, 10 ഈ തരത്തിലായിരുന്നു സംസ്ഥാനങ്ങളുടെ ഷെയറിങ്. അതിനെ 28 അംബ്രല്ല സ്കീംസ് ആയിട്ട് വെട്ടിച്ചുരുക്കി കഴിഞ്ഞത് മാത്രവുമല്ല, 60-40 അതായത് സംസ്ഥാനങ്ങളുടെ ഷെയർ 40% ഉയർത്തി. കേന്ദ്രത്തിന്റെ ഷെയർ 80 ആയിരുന്നതും ഒക്കെ കുറച്ചിട്ട് കേന്ദ്രത്തിന്റെ ഷെയറും സംസ്ഥാനങ്ങളുടെ ഷെയർ മിക്കവാറും 40 എന്ന് വെച്ചാൽ കേന്ദ്രത്തിന്റെ ഷെയർ 60 കുറച്ചു എന്നർത്ഥം. അപ്പോഴും എങ്ങോട്ടാണ് പണം പോകുന്നത്? പണം പോകുന്നത് കേന്ദ്രത്തിലേക്ക്. പണം നഷ്ടപ്പെടുന്നത് ആർക്കാണ്? സംസ്ഥാനങ്ങൾക്ക്. ശരിയാണ്, സംസ്ഥാന തലത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ് എന്തുകൊണ്ട് സംസ്ഥാനം നടത്തുന്നില്ല എന്ന്. പക്ഷേ നമ്മൾ ഓർക്കണം, എല്ലാ തരത്തിലും നികുതി പങ്കിടുന്നതിലും എല്ലാം 60%, 63% പോകുന്നത് കേന്ദ്രത്തിന്റെ കിറ്റിലേക്കാണ്. ബാക്കി മാത്രമേ സംസ്ഥാനങ്ങളുടെ കിറ്റിലേക്കുള്ളൂ. പക്ഷെ ചെലവുകൾ 63% പോകുന്നത് സംസ്ഥാനങ്ങളുടെ കയ്യിൽ നിന്നാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ തരത്തിലുള്ള സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന്റെ റീസ്ട്രക്ചറിങ് സംസ്ഥാനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത്. പിന്നെ അതുപോലെ രണ്ടാമത് വേറൊന്നുണ്ട്, സെസ്സും സർചാർജും. സെസ്, സർചാർജ് ഈ രണ്ടും ടാക്സ് ഓൺ ടാക്സ് ആണ്. അതായത് ടാക്സിന് മുകളിൽ ചാർത്തുന്ന ടാക്സ്. അപ്പൊ ഈ സെസ്സും സർചാർജും കോൺസ്റ്റിറ്റ്യൂഷന്റെ 271 വകുപ്പ് അനുസരിച്ച് നിലവിൽ കൊണ്ടുവരുന്ന സംസ്ഥാന ഗവൺമെന്റിനും സെസ്സും സർചാർജും ഈടാക്കാൻ അവകാശമുണ്ട്, കേന്ദ്ര ഗവൺമെന്റിനും അവകാശമുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നതിന് 271 കോൺസ്റ്റിറ്റ്യൂഷൻ വകുപ്പ് അനുസരിച്ച് കൊണ്ടുവരുന്ന സെസ്സും സർചാർജും വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിന് 270 വകുപ്പ് അനുസരിച്ച് സർചാർജ് ആയിട്ട് കളക്ട് ചെയ്യുന്നത് സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട എന്നൊരു നിയമം കൂടിയുണ്ട്. സർചാർജ് ആയിട്ട് കളക്ട് ചെയ്യുന്നത് സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട. പക്ഷേ സെസ് വഴി കളക്ട് ചെയ്യുന്ന ഫണ്ട് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് വഴിയായിട്ട്
ഷെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വവും കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അപ്പം 2018 വരെയുള്ള കാലത്ത് സെസ് ആയിട്ട്, അതായത് ഈ സെസ് എന്നൊക്കെ പറയുന്നത് ടാക്സ് ഓൺ ടാക്സ് ആണ് എന്ന് പറഞ്ഞല്ലോ, അതായത് നികുതിക്കുമേൽ നികുതിയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ നികുതി വരുമാനം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളൊന്ന് ഓർക്കണം. വരുമാനം സെൻട്രൽ പൂൾ, ഈ ഫിനാൻസ് കമ്മീഷനൊക്കെ സെൻട്രൽ പൂളിൽ നിന്നാണ് ഡെവല്യൂഷൻ താഴേക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ഈ സെൻട്രൽ പൂൾ എന്ന് പറയുന്നത്? സെൻട്രൽ പൂൾ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എല്ലാ ഡയറക്റ്റ് ടാക്സസും കളക്ട് ചെയ്യുന്നത്. അതായത് ഈ പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, അതുപോലെ തന്നെ ഈ 2 ഡയറക്റ്റ് ടാക്സസും, അതുപോലെ സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഈ 4 പ്രധാനപ്പെട്ട നികുതി വരുമാനങ്ങൾ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. ഈ 4 ഇനത്തിലും പെടാത്തതാണ്, അതായത് ഇതിലേതിൽ വേണമെങ്കിലും പെടാവുന്നതാണ്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനു മേൽ ചുമത്തുന്ന നികുതിയാണ് സെസ്സും സർചാർജും. അപ്പൊ ഈ സെസ്സും സർചാർജും എത്ര കൂടുതൽ പിരിക്കുന്നുവോ അതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ 4 മാർഗങ്ങളിലൂടെയും സെൻട്രൽ പൂളിലേക്ക് വരുന്ന നികുതിക്ക് പണത്തിന് കുറവ് വരും. അങ്ങനെ വരുമ്പോൾ 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം അവരെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്, അതായത് സെൻട്രൽ പൂളിൽ നിന്ന് ഡെവല്യൂഷന് ഫിനാൻസ് കമ്മീഷൻ അതുവരെ 32% 41% റേസ് ചെയ്തു. അത് കുറയ്ക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും അന്നത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ റെഡ്ഡി അതിന് സമ്മതിച്ചില്ല. അപ്പം ശരി, എങ്കിൽ ഞാൻ സംസ്ഥാനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാം എന്ന രീതിയിൽ എടുത്തിട്ട് ആണ് സെസ്സിലും സർചാർജിലും കൈവയ്ക്കാൻ തുടങ്ങിയത് കേന്ദ്ര ഗവൺമെന്റ്. അപ്പം അന്ന്, അതായത് ശരിക്കും പറഞ്ഞാൽ 2017-18 കാലയളവിൽ ആകെ സെസ്സായി പിരിച്ചിരുന്നത് സെൻട്രൽ പൂളിലേക്ക് വരുന്ന വരുമാനത്തിന്റെ വെറും 18% മാത്രമായിരുന്നു. പക്ഷേ 2023 ആയപ്പോഴത്തേക്കും അത് 133% വർദ്ധിച്ചു. അതായത് തുകയായിട്ട് പറയുകയാണെങ്കിൽ 2,18,553 കോടി രൂപയായിരുന്നു 2017-18 വരെ സെസ്സും സർചാർജുമായിട്ട് കളക്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് 2023 ആയപ്പോഴേക്കും എത്രയായി? 5,10,549 കോടിയായിട്ട് വർദ്ധിച്ചു. അതാണ് 133% വർധനവുണ്ടായി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയധികം പണം സെൻട്രൽ പൂളിലേക്ക് വരുമായിരുന്ന പണമാണ് സെസ്സും സർചാർജുമായിട്ട് ഒപ്പിയെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് സ്വന്തം കിറ്റിയിലേക്ക്, സെൻട്രൽ പൂളിൽ വന്നാൽ അത് സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിട്ടു പോകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനാണ് ഇത്രയും പണം നേരിട്ട് സെസ്സും സർചാർജുമായിട്ട് കളക്ട് ചെയ്തത്. അങ്ങനെ അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ CAG അടുത്തിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വേറൊരു വിമർശനമുണ്ട് കേന്ദ്രത്തെ പറ്റി. അതായത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CAG ഒരു ഇൻഡിപെൻഡന്റ്, ഒരു ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്ര ഗവൺമെന്റിനെയും ഒരുപോലെ വിമർശിക്കുന്ന ഒരു ബോഡിയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ ഒരു കണ്ടുപിടുത്തം നോക്കണം. 2017 ജൂലൈ 1 നമുക്ക് GST കൊണ്ടുവരുന്നത്. GST നടപ്പാക്കിയപ്പോൾ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നഷ്ടമുണ്ടായേക്കാം എന്ന വിശ്വാസം കൊണ്ടാണ് ഒരു സെസ് വഴി ഒരു ഫണ്ട് രൂപീകരണം നടത്തി. അങ്ങനെ സെസ് വഴി രൂപീകരിച്ച ഫണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത്? അത് നഷ്ടം വരുന്ന സംസ്ഥാനങ്ങൾക്ക്, GST കൊണ്ടുവന്നത് വഴിയായിട്ട് നഷ്ടം വരുന്ന സംസ്ഥാനങ്ങൾക്ക് ആ നഷ്ടം നികത്താനായി കൊടുക്കുക, അതായിരുന്നു. അപ്പോൾ നഷ്ടം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? അതൊക്കെ വളരെ ലോജിക്കലായിട്ട് തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ അതിന് നഷ്ടം നികത്താൻ വേണ്ടി ഒരു കോമ്പൻസേഷൻ ഫണ്ട്, GST കോമ്പൻസേഷൻ ഫണ്ട് എന്ന ഒരു ഫണ്ട് ഫോം ചെയ്ത് അതിലേക്കാണ് ഈ സെസ് പോകേണ്ടിയിരുന്നത്. പക്ഷേ CAG എന്താണ് പറയുന്നതെന്നറിയാമോ? അതായത് ആദ്യ 2 വർഷം, 2017 ജൂലൈ 1 മുതലുള്ള ആദ്യ 2 വർഷം കൊണ്ട് ഈ സെസ് വഴി 47,272 കോടി രൂപ 47,272 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചു സെസ് വഴിയായിട്ട്. അത് എങ്ങോട്ടാണ് പോകേണ്ടത്? GST കോമ്പൻസേഷൻ കൊടുക്കാനാണ് പിരിച്ചത്.
GST കോമ്പൻസേഷൻ ഫണ്ടിലേക്ക് പക്ഷെ ആ ഫണ്ട് വിട്ടില്ല. അതിനെ കൺസോളിഡേറ്റഡ് ഫണ്ട്, അത് ഗവൺമെന്റിന്റെ തന്നെ വേറൊരു ഫണ്ടാണ്, ആ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് വിട്ടു. എന്ന് വെച്ചാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആദ്യ 2 വർഷങ്ങളിൽ GST വഴി നഷ്ടം വന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കിട്ടേണ്ടിയിരുന്ന ഫണ്ട് ഡെലിബറേറ്റ് ആയിട്ട് തട്ടിയെടുക്കുകയാണ്. അത് GST കോമ്പൻസേഷൻ ഫണ്ടിലേക്ക് വിടാതെ ഈ പറയപ്പെട്ട കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് വിട്ടത് മൂലം ഇത് വേറൊരു തരം ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ മറ്റെന്താണ് പറയേണ്ടത്? ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ ചെന്ന് നേരെ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ഇത്തരം കാര്യങ്ങൾ പറയണമായിരുന്നു. അത് പറയുന്നതിന് പകരം അദ്ദേഹം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരുന്ന് ഒളിയമ്പ ചെയ്യുക, കേന്ദ്രം കാരണമാണ് ഞങ്ങൾക്ക് ധനപ്രതിസന്ധി എന്ന് പറയുക, അത് നമുക്കൊട്ടും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ധനപ്രതിസന്ധി വരണം. അവരൊക്കെ ഇത് അനുഭവിക്കുന്നവരാണ്, ഇതിന്റെ വിക്ടിംസ് ആണ്. അവർക്ക് ആർക്കും ഇല്ലാത്ത ധനപ്രതിസന്ധി കേരളത്തിൽ മാത്രമുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മാത്രം പിടിപ്പുകേട് കൊണ്ട്, ദുർവ്യയം കൊണ്ട് ഒക്കെയാണ്. അപ്പൊ അതിനുമൊക്കെ ഒത്തിരി കാരണങ്ങൾ CAG ചൂണ്ടിക്കാണിക്കാറുണ്ട്, അത് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഈ സെസ്സും സർചാർജും ഡിവിസിബിൾ പൂളിൽ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സെസ്സും സർചാർജും വർദ്ധിപ്പിക്കുക, അതും അതായത് നികുതി പണം, ജനങ്ങളിൽ നിന്ന് വരുന്നതാണല്ലോ നികുതി പണം, അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും അത് പിടിച്ചു പറിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് മറ്റ് ആവശ്യങ്ങളിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനെ ഡിസ്റ്റോർഷൻ എന്ന് തന്നെ, പിടിച്ചുപറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് പിടിച്ചു പറിക്കുന്നത്. പിന്നെ അതുപോലെയാണ് ഫിനാൻസ് കമ്മീഷൻ വഴിയുള്ള പിടിച്ചുപറി. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ വഴിയുള്ള പിടിച്ചുപറി എന്ന് പറയുമ്പോൾ 4-5 നോംസ് ഉണ്ട്. ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ, അതായത് ഫിനാൻസ് കമ്മീഷന്റെ സെൻട്രൽ പൂളിലേക്ക് വരുന്ന ഫണ്ട് ഇപ്പൊ 41% ടാക്സ് സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന ഡയറക്റ്റ് ടാക്സസിന്റെ 41% സെൻട്രൽ പൂളിലേക്ക് വരുന്നത്. ആ സെൻട്രൽ പൂളിൽ നിന്ന്, ഈ 41% വരുന്ന സെൻട്രൽ പൂളിൽ നിന്നാണ് ഓരോ സംസ്ഥാനങ്ങൾക്ക് നോംസ് അനുസരിച്ച് കൊടുക്കുന്നത്, ഭാഗം കൊടുക്കുന്നത്. അപ്പൊ ഈ നോംസിലാണ് ഡിസ്റ്റോർഷൻ വരുന്നത്. അതായത് ഇഷ്ടം പോലെ തിരിമറി നടത്തത്തക്ക രീതിയിലുള്ള നോംസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കുക ഫിനാൻസ് കമ്മീഷനുമായിട്ട് ചേർന്ന്. എന്താണ് ഈ 15th ഫിനാൻസ് കമ്മീഷൻ അപ്പോൾ ചെയ്തത്? അതുവരെയുള്ള ഫിനാൻസ് കമ്മീഷൻസ് ഒക്കെ 1971 പോപ്പുലേഷൻ സെൻസസ് അനുസരിച്ചുള്ള പോപ്പുലേഷനാണ് ബേസ് ആയിട്ട് എടുത്തിരുന്നത്. ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ ഉള്ള ബേസ് ആയിട്ട് എടുത്തിരുന്നത്. 15th ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്തു? അത് 2011 സെൻസസ് പോപ്പുലേഷനായിട്ട് മാറ്റി. 2011 സെൻസസ് പോപ്പുലേഷനായിട്ട് മാറ്റിയപ്പോഴേക്കും എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും സംസ്ഥാന പോപ്പുലേഷൻ ഒരുപാട് കുറഞ്ഞു. ഇന്ത്യൻ പോപ്പുലേഷന്റെ ഉദാഹരണത്തിന് കേരളത്തിന്റെ കാര്യം എടുക്കുക. കേരളത്തിന്റെ പോപ്പുലേഷൻ 1971 സെൻസസ് അനുസരിച്ച് 3.83% ഇന്ത്യൻ പോപ്പുലേഷന്റെ 3.83% കേരള പോപ്പുലേഷൻ. പക്ഷേ 2011 പോപ്പുലേഷൻ ആയപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? അത് 2.71% കുറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചത്? 3.83% പോപ്പുലേഷന് കിട്ടിക്കൊണ്ടിരുന്ന ഷെയറാണ് 2.71 പോപ്പുലേഷൻ ആയപ്പോൾ ടപ്പേന്ന് താഴേക്ക് പോയത്. അങ്ങനെയാണ് 14ാം ധനകാര്യ കമ്മീഷനില് നമുക്ക് 2.50 2.5% വിഹിതം കിട്ടിയിരുന്നത് 1.93% 15ാം ധനകാര്യ കമ്മീഷനിൽ കുറയുന്നത്. ഇതുപോലെ തന്നെ എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും വീതം കുറഞ്ഞു. നമുക്ക് കുറഞ്ഞതിന്റെ ഇരട്ടി കുറവാണ് കർണാടകത്തിനുണ്ടായത്. അതുപോലെ പിന്നെ എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ കുറവ് അനുഭവപ്പെട്ടു. അപ്പോൾ പിന്നെയുള്ള നോംസ് അനുസരിച്ച്, അപ്പോൾ പോപ്പുലേഷൻ നോം ഇതിനൊക്കെ ബദലായിട്ട് കേരളത്തില് പിന്നെ എന്താണ് പറയാ, തെക്കേ ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റേഴ്സിന്റെ കോൺക്ലേവ് ഒക്കെ കൂടി നമ്മുടെ അന്നത്തെ രാഷ്ട്രപതിയുടെ മുൻപില് മെമ്മോറാണ്ടം കൊടുക്കുകയും അതിനനുസരിച്ച് ഈ പോപ്പുലേഷൻ എന്ന നോമിലെ ചില ഇളവുകൾ വരുത്തുകയും പോപ്പുലേഷൻ പോളിസി, അതായത് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വിധി വന്നത്? നമ്മൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത സംസ്ഥാനങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. എല്ലായിടത്തും ബർത്ത് റേറ്റ് വലിയ തോതിൽ കുറഞ്ഞു.
ബർത്ത് റേറ്റ് കുറഞ്ഞു എന്ന് വെച്ചാൽ റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്തിലേക്ക്, അതായത് ഒരു സ്റ്റേബിൾ പോപ്പുലേഷൻ ഗ്രോത്തിന് വേണ്ട തരത്തിൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ കുറഞ്ഞു ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. പക്ഷേ ഇല്ലിറ്ററസി അങ്ങേയറ്റത്ത് നിൽക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും പോപ്പുലേഷൻ റേറ്റ് ഓഫ് ഗ്രോത്ത് കാര്യമായ രീതിയിൽ കുറഞ്ഞില്ല. അപ്പൊ അവരുടെ വിഹിതം ഒത്തിരി കൂടി. ഉദാഹരണം ഞാൻ പറയാം, യു പിയുടെ കാര്യം എടുക്കാം. യു പിയുടെ ഷെയർ 13% 14ാം ധനകാര്യ കമ്മീഷനിൽ. ഈ പോപ്പുലേഷന്റെ ഇത് മാറ്റിയതോടെ, ബേസ് മാറ്റിയതോടുകൂടി അവരുടെ ഷെയർ 17% വർദ്ധിച്ചു. 13% നിന്ന് ഒറ്റയടിക്ക് 17% വർദ്ധിച്ചു. അപ്പോഴാണ് 2.5% കേരളത്തിന്റെ ഷെയർ 1.9% കുറയുന്നത്. അപ്പൊ അങ്ങനെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുത്തു. അപ്പൊ നമുക്ക് ന്യായമായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യം, അതായത് വളരെ ന്യായമായ ചോദ്യം ഇതാണ്: ഇന്ത്യ ഗവൺമെന്റിന് നയമായിരുന്നു പോപ്പുലേഷൻ പോളിസി. ആ പോളിസി ഫോളോ ചെയ്ത് പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവന്നതിന് ശിക്ഷയാണോ നൽകേണ്ടത്, അവാർഡാണോ കൊടുക്കേണ്ടത്? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമുക്ക് ശിക്ഷയാണ് കിട്ടിയത്, എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ശിക്ഷയാണ് കിട്ടിയത്. പക്ഷെ കേരളം മാത്രം ഞങ്ങൾ അത് കാരണം ധനപ്രതിസന്ധിയിൽ പോയെന്നും പറഞ്ഞ് തല തല്ലിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ധനപ്രതിസന്ധി ഇല്ലതാനും. അപ്പൊ ധനപ്രതിസന്ധിക്ക് മറ്റ് നമ്മുടേതായ കാരണങ്ങളുണ്ട്. ഇത് പക്ഷെ തെറ്റാണ്. ഫിനാൻസ് കമ്മീഷൻ നോംസ് വെച്ച് സംസ്ഥാനങ്ങളെ, അപ്പൊ പിന്നെ വേറെ ഒരു നോമുണ്ട് ഫിനാൻസ് കമ്മീഷൻ, അതൊക്കെ പ്രധാനമന്ത്രിയുടെ മുൻപിൽ നമ്മുടെ മുഖ്യമന്ത്രി പറയണമായിരുന്നു. അതിനാണ് മുഖ്യമന്ത്രി പോകണമായിരുന്നു ആ മീറ്റിംഗിൽ എന്ന് ഞാൻ പറയുന്നത്. അതായത് വളരെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു നോം, ഫിനാൻസ് കമ്മീഷൻ നോം, ഇൻകം ഡിസ്റ്റൻസ്. ഇൻകം ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനത്തിന് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും കുറവ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള, അതായത് ഏറ്റവും ദരിദ്രമായ സംസ്ഥാനത്തിന് കൊടുക്കുന്ന വ്യത്യാസം, ആ വ്യത്യാസമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് പഠിച്ച് അത് അവിടെ പോയി പ്രധാനമന്ത്രിയുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു മുഖ്യമന്ത്രി. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അത് പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഫിനാൻസ് കമ്മീഷന്റെ ഇനി വരും ഘട്ടങ്ങളിലെ ഫിനാൻസ് കമ്മീഷൻ, 16ാം ഫിനാൻസ് കമ്മീഷനൊക്കെ കുറച്ചുകൂടി നീതിയുക്തമായ രീതിയിൽ നോംസ് ഉണ്ടാക്കുകയും അതനുസരിച്ച് ഡെവല്യൂഷൻ നടത്തുകയും ചെയ്തതിന്. അപ്പം ഈ തരത്തിലൊക്കെ ഡെവല്യൂഷൻ, അതായത് ഫെഡറൽ പ്രിൻസിപ്പിൾസിനെ ഒട്ടും നിരക്കാത്ത രീതിയിലാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ടുള്ള ഡെവല്യൂഷൻ ആണെങ്കിലും സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് അനുസരിച്ചുള്ള പണം ചെലവഴിക്കലാണെങ്കിലും സെസ്സും സർചാർജും വഴിയുള്ള ഒപ്പിയെടുക്കലാണെങ്കിലും ഇതെല്ലാം സംസ്ഥാനങ്ങൾക്ക് ധനപ്രതിസന്ധിയിൽ ധനപ്രതിരോധത്തിലാക്കുന്ന പ്രക്രിയയാണ് കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിക്കുന്നത്. അതിനെതിരെ ശക്തമായി നിലപാടെടുക്കുക ചെയ്യേണ്ടതാണ്. അങ്ങനെ എടുത്താൽ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് 2047 ആകുമ്പോഴത്തേക്കും ഒരു കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യത രൂപപ്പെടുകയുള്ളൂ.